മുരുഡേശ്വർ ക്ഷേത്രത്തിൻ്റെ ആകെ മൊത്തം വ്യൂ ആണ് കാണുന്നത്. ക്ഷേത്രത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചുറ്റുവട്ടവും ഒക്കെ മൊത്തമായിട്ടെടുത്ത് എഡിറ്റൊന്നും ചെയ്യാത്ത ഒരു ചിത്രമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. 3 ഭാഗവും സമുദ്രം. ഇപ്പോൾ മഴയായതിനാൽ ബോട്ടിംഗ് ഒന്നുമില്ല. കാണാൻ ഒരുപാടുണ്ട്. ഗുഹയിൽ മുരുഡേശ്വർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തന്നെ ശിവഭഗവാന്റെ അടിയിൽ ഒരു ഗുഹ മാതിരി നിർമ്മിച്ച് അതിൽ പ്രവേശന ഫീസുണ്ട്, ചെറിയ പൈസ. കുറച്ച് കയറാനുണ്ട്, എന്നാലും കാണാനും കുറച്ചുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷമായ ചുറ്റുപാട് നൽകുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. എല്ലാവരും ആ മുരുഡേശ്വരൻ, അതായത് രാവണൻ എടുത്തിട്ട് കൊണ്ടുപോയ ശിവഭഗവാനെ തപസ് ചെയ്ത് തൻ്റെ തല അരിഞ്ഞ് തപസ് ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ശിവലിംഗം നൽകുകയും ആ ശിവലിംഗം ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ വഴിയിൽ ഗണേശ ഭഗവാൻ കുഞ്ഞായി വന്ന് അവിടെ നിന്ന് രാവണന് മൂത്രശങ്ക ഉണ്ടാവുകയും മൂത്രശങ്കയുടെ സമയത്ത് ആ ശിവലിംഗം എവിടെയും വെക്കാതെ കൊണ്ടുപോകണം, എവിടെയും വെക്കാൻ പാടില്ല, വെച്ചാൽ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നൽകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുട്ടിയുടെ കയ്യിൽ ശിവലിംഗം കൊടുത്തിട്ട് താൻ മൂത്രശങ്ക തീർക്കാൻ പോയപ്പോൾ കുഞ്ഞ് അത് താഴെ വെക്കുകയും പിന്നീട് അവിടെ നിന്ന് രാവണന് എടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. ആ സ്ഥലമാണ് മുരുഡേശ്വർ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ചിത്രം ഗുഹയിൽ, ശിവൻ്റെ താഴെയുള്ള ഗുഹയിൽ അതിൻ്റെ ഇതാണ് മുരുഡേശ്വർ കാണുന്നതാണ്. മുരുഡേശ്വർ ഭഗവാൻ സന്നിധാനത്തും പോകാം. ഇത് ശിവൻ്റെ താഴെയുള്ള മുരുഡേശ്വരാണ്. ഇതാണ് പ്രവേശന കവാടം, പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഉയരമുള്ള. ഇതിൻ്റെ മേലെ പോകാൻ ലിഫ്റ്റുണ്ട്. കാണേണ്ടവർക്ക് മേലെ വരെ പോയി ലിഫ്റ്റിൽ പോയി കണ്ടിട്ട് വരാവുന്നതാണ്. അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. കാണാൻ കുറച്ചുണ്ട്, അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും വളരെയേറെ വരുന്നുണ്ട്. അനേകം പ്രതിമകളും ഒക്കെ നിർമ്മിച്ച് വളരെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. മഴയായതിനാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും നല്ല ഒരു അനുഭവമായിരുന്നു. ഓം തത്സത്.